ഹാപ്പി വാലന്റൈൻസ് ഡേ ഓൾ. ഇന്നത്തെ വീഡിയോ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ സ്റ്റെപ്പായ സ്കിൻ പ്രെപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് സ്കിൻ പ്രെപ്പ് ചെയ്യാം. ജെൻറ്റിൽ മസാജ് കൂടെ കൊടുത്ത് നമുക്കൊരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതൊന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആവാനായിട്ട്. അടുത്തതായിട്ട് ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബേബി ലിപ്സിൻ്റെ മോയ്സ്ചറൈസറാണ്. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മെബിലൈൻ്റെ ഏജ് റിവൈൻ കൺസീലറാണ്. അത് ഡാർക്ക്നെസ് ഉള്ള എല്ലായിടത്തും ഞാൻ ലൈറ്റായിട്ടുള്ളൊരു കവറേജാണ് കൊടുക്കുന്നുള്ളൂ. മൂക്കിൻ്റെ കേൾസിലും പിന്നെ കവിളിൽ കുരു വന്നതിൻ്റെ 2 സ്പോട്ട്സ് ഉണ്ട്, അവിടെയൊക്കെ ഡാർക്ക്നെസ് ഉള്ള എല്ലായിടത്തും സ്പോട്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് മെബിലൈൻ ഫിറ്റ് മീ 230 ആണ്. എല്ലായിടത്തും ഇവനായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് മിസ് ക്ലെയറുടെ ഡാർക്ക് ബ്രൗൺ ഐബ്രോ പെൻസിലാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. ഐബ്രോസ് അത്യാവശ്യം നന്നായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഞാൻ നോർമലി ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ചെയ്യുന്നുണ്ട്. അടുത്ത ഐബ്രോസിലും കൂടി ഇനി ചെയ്യാം. നെക്സ്റ്റ് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാക്മേ അബ്സല്യൂട്ടിൻ്റെ കാജലാണ്. ഇത് നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കാജലാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്മഡ്ജ് ചെയ്യാനാണല്ലോ വെച്ചിരിക്കുന്നത്. സ്മഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ ബ്രഷൊന്നും അന്വേഷിച്ച് പോകണ്ട, അത് തന്നെ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ബ്ലാക്ക് സ്മോക്കി ഐ ആണ് ഉദ്ദേശിക്കുന്നത്, ഔട്ട്ഫിറ്റിന് മാച്ചായിട്ട്. അടുത്ത കണ്ണിൽ നമുക്ക് ഒന്ന് വരച്ചു കൊടുത്തിട്ട്, വൃത്തിയിലൊന്നും വരയ്ക്കേണ്ട, ജസ്റ്റ് വരച്ചാൽ മതി. നമുക്ക് എന്തായാലും സ്മഡ്ജ് ചെയ്യാനുള്ളതല്ലേ. അടുത്തതായിട്ട് ഞാൻ ഐ ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ബ്ലാക്ക് സ്മോക്കിയുടെ പാലറ്റിൽ നിന്ന് ബ്ലാക്ക് ഷെയ്ഡാണ് എടുക്കുന്നത്. എന്നിട്ട് അത് ഐസിൻ്റെ ഒരു ഔട്ടർ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3/4 വരെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന ഷെയ്ഡ് ലാക്മേ അബ്സല്യൂട്ട് 925ൻ്റെ ഒരു അതും ബ്ലാക്ക് സ്മോക്കിയുടെ പാലറ്റ് തന്നെയാണ്. അതിൽ നിന്നൊരു ഗ്രേ ഷെയ്ഡാണ് എടുക്കുന്നത്, ഒരു ഷിമറി ഷെയ്ഡാണ്. അപ്പോൾ അത് ഞാൻ ലിഡിൽ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് പോകുന്നത്. ഇതുപോലൊരു ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇനി ഐ ഷാഡോയ്ക്ക് ഒരു നീറ്റ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൺസീലർ എടുത്തിട്ട് ഒന്ന് ആ എൻഡൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുക്കാം ഐ ഷാഡോയുടെ. അപ്പോൾ നമ്മുടെ ഐബ്രോസ് എൻഡ് ചെയ്യുന്ന ആ ഒരു അവിടെ വെച്ചിട്ട് വേണം നമ്മളിത് വരച്ചു കൊടുക്കാനായിട്ട്. അത് താഴേക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. കൺസീലറിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെബിലൈൻ്റെ അല്ല, മീനോ പ്രൗണിൻ്റെ പാലറ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ക്രീമിയാണ്, ബ്രഷിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ട് വേണമെങ്കിൽ ഒന്ന് താഴേക്ക് ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ബ്രോബോൺ ഹൈലൈറ്റ് ചെയ്യാം. സെയിം പാലറ്റിൽ നിന്ന് ഫസ്റ്റ് ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു ഗ്ലിറ്ററി ഒരു ഷിമ്മർ ഷെയ്ഡാണ്, ഒരു വൈറ്റ് ഷെയ്ഡ്, ഒരു പേൾ വൈറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയാം. ഇനി അടുത്ത ഹൈലൈറ്റിംഗ് പോയിൻ്റ് ബ്രിഡ്ജ് ഓഫ് ദ നോസ്, ചീക്ക് ബോൺ, പിന്നെ നെറ്റിയിൽ, ചിൻ, അവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്യാണ്.
അടുത്തത് കോണ്ടോർ ചെയ്യാനായിട്ട് ഞാൻ സെയിം പാലറ്റിൽ ഡാർക്കസ്റ്റ് ഷെയ്ഡാണ് എടുക്കുന്നത്. ബ്രഷ് കൊണ്ട് എടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. നോർമലി ഫേസിൽ കോണ്ടോർ ചെയ്യുന്ന എല്ലായിടത്തും ഞാൻ ചെയ്യുന്നുണ്ട്. നോസിൽ, നെറ്റിയിൽ, ചീക്സിൽ, ജോ ലൈൻ. ഇപ്പോൾ നിങ്ങളുടെ ടോട്ടലി ഒരു സ്ലിം ആയിട്ടുള്ള ഫേസ് ആണെന്നുണ്ടെങ്കിൽ കോണ്ടോർ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഇന്നർ കോർണേഴ്സ് ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഹൈലൈറ്റഡ് സെയിം ഷെയ്ഡ് തന്നെ എടുത്ത് ഇന്നർ കോർണേഴ്സ് ഹൈലൈറ്റ് ചെയ്തു. ഇന്നർ കോർണേഴ്സ് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണ് നല്ല വൈഡ് ഓപ്പൺ ആയതുപോലെ ഫീൽ ആവും. മസ്കാരയ്ക്ക് എടുത്തിരിക്കുന്നത് ലാക്മേ അബ്സല്യൂട്ട് മസ്കാരയാണ്. വാട്ടർ ലൈനിൽ എഴുതാനായിട്ട് നമ്മൾ ആദ്യം സ്മഡ്ജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാക്മേ അബ്സല്യൂട്ടിൻ്റെ കാജൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ലിപ്സിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാക്മേ അബ്സല്യൂട്ടിൻ്റെ തന്നെ ലിപ് ലൈനറാണ്. ഈ ഷെയ്ഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ലിപ്സ് ഫുൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഡ്രസ്സിന് കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു മാല ആഡ് ചെയ്തിട്ടുണ്ട്. മാല ഹെവി ആയതുകൊണ്ട് തന്നെ ഇയറിങ്സ് ഒന്നും ഇട്ടിട്ടില്ല. വാലന്റൈൻസ് ഡേക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു പാർട്ടി നൈറ്റ് ഔട്ട് അങ്ങനെ ഒരു നൈറ്റ് ഔട്ട്സിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ലുക്കാണിത്. ഹെയർ ജസ്റ്റ് ഒരു ഹൈ ബൺ, ഒരു മെസ്സി ബൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു ബെല്ലൈക്കൻ കൂടെ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. എങ്കിലാണ് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.